നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യയിലെ മലബാർ മേഖലയില് ഏകദേശം ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന, പലപ്പോഴും ചരിത്രത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ ഒരു വലിയ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് മാപ്പിള ലഹളകൾ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടായിരിക്കും ഒരു പ്രദേശം മുഴുവൻ, അതും ഒരു നൂറ്റാണ്ടോളം കാലം, ഇങ്ങനെയൊരു സംഘർഷാവസ്ഥയിൽ നിലനിന്നത്? ഈ ചരിത്രപരമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഈ സംഘർഷത്തിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ ഈ ഒരു നമ്പർ മാത്രം മതി. 1 2 അല്ല, 32, അതും വെറും 85 വർഷത്തിനിടെ. ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ മാത്രം ഇത്രയുമുണ്ട്. അപ്പോ തന്നെ വ്യക്തമാണല്ലോ ഇതൊരു തുടർക്കഥയായിരുന്നുവെന്ന്. ഈ നീണ്ട കഥയുടെ ക്ലൈമാക്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? എല്ലാ ലഹളകളിലും വെച്ച് ഏറ്റവും വലുതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ഇടം പിടിച്ചതുമായ 1921 മലബാർ കലാപം. അപ്പോ ഈ 1921 സംഭവിച്ചതൊരു വലിയ പൊട്ടിത്തെറിയാണ്. പതിറ്റാണ്ടുകളായി ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അമർഷത്തിന്റെ ഒരു എക്സ്പ്ലോഷൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ആ മുന്നേറ്റം ഒരു നൂറ്റാണ്ടിന്റെ വേദനയുടെയും ചെറുത്തുനിൽപ്പിന്റെയും പാരമ്യമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിയത്? നമുക്കൊന്ന് പിന്നോട്ടു പോയി നോക്കാം, ഇതിന്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന്. ഏതൊരു വലിയ പ്രശ്നത്തിനും പിന്നില് അതിൻ്റേതായ ചില കാരണങ്ങളുണ്ടാവും, അല്ലേ? ഇവിടെയും സംഭവം അതുതന്നെയാണ്. എന്തൊക്കെയാണ് ഈ അസംതൃപ്തിക്ക് വിത്ത് പാകിയത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാ. ഒന്ന്, 1792 ബ്രിട്ടീഷുകാർ മലബാറിലേക്ക് വന്നതോടെ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ. അതുവരെ ഉണ്ടായിരുന്ന ഈ സിസ്റ്റം മൊത്തത്തിലങ്ങ് തകിടം മറിച്ചു. പിന്നെ ജന്മിമാർക്ക് കൊടുത്ത അമിതമായ അധികാരങ്ങൾ, ഭയങ്കരമായ നികുതി, പിന്നെ എപ്പോ വേണമെങ്കിലും ഇറക്കിവിടാം എന്നൊരു പേടി. ഇതെല്ലാം കൂടിയായപ്പോൾ മാപ്പിള കർഷകരുടെ ജീവിതം ശരിക്കും പറഞ്ഞ ദുരിതത്തിലായി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ജന്മി സിസ്റ്റം തന്നെയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിനു മുമ്പൊക്കെ കർഷകർക്കും ഭൂമിയിൽ കുറച്ചൊക്കെ അവകാശങ്ങളുണ്ടായിരുന്നു. പക്ഷെ പുതിയ നിയമം വന്നപ്പോ ജന്മിയായി ഭൂമിയുടെ ഒരേയൊരു ഉടമ. അപ്പൊ കുടിയാന്മാർക്ക് എന്തുപറ്റി? അവർ വെറും പാട്ടക്കാരായി മാറി. അവരുടെ ജീവിതം മുഴുവൻ ജന്മിയുടെ ദയയിലായി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 1921 കലാപം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഒന്നല്ല. അതൊരു വലിയ കൊടുങ്കാറ്റിനു മുമ്പുള്ള ചെറിയ ചെറിയ ഇടിമുഴക്കങ്ങൾ പോലെ ആയിരുന്നു. നോക്കൂ, 1836 തുടങ്ങി പിന്നെ അതൊരു തുടർക്കഥ പോലെ ആവർത്തിക്കുന്നത് കാണാം. മഞ്ചേരിയിൽ, മട്ടന്നൂരിൽ, അങ്ങാടിപ്പുറത്ത്, അവസാനം പൂക്കോട്ടൂരിൽ. ഇതെല്ലാം 1921 ആ വലിയ പൊട്ടിത്തെറിയിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായിരുന്നു. ഓരോ തവണ ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തുമ്പോഴും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും കൂടുതൽ ശക്തിയോടെ അവർ സംഘടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ഈ മുന്നേറ്റങ്ങൾക്ക് പിന്നില് വെറും സാധാരണക്കാരായ കർഷകർ മാത്രമായിരുന്നില്ല. അവരെ നയിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും കഴിവുള്ള ചില നേതാക്കന്മാരുമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഈ ചെറുത്തുനിൽപ്പിന് ഒരു ദിശാബോധം കൊടുത്തത് അവരാണ്. ഈ പോരാട്ടങ്ങളുടെയൊക്കെ തുടക്കത്തിൽ ജനങ്ങൾക്കൊരു ആത്മീയ ബലം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മമ്പുറം തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സയ്യിദ് അലവി തങ്ങൾ. അദ്ദേഹം നേരിട്ടൊന്നും ലഹളകളിൽ പങ്കെടുത്തതായിട്ട് തെളിവുകളില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നയങ്ങളെയും ജന്മിമാരുടെ അനീതികളെയും അദ്ദേഹം ശക്തമായി എതിർത്തു. ഈ എതിർപ്പാണ് ആദ്യകാല കലാപങ്ങൾക്ക് ഒരു ധാർമ്മിക അടിത്തറ പാകിയത്. ഇനി സയ്യിദ് അലവി തങ്ങളുടെ മകനാണ് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അച്ഛന്റെ പോരാട്ടവീര്യം അതേപടി കിട്ടിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ രീതി കുറച്ചുകൂടി ഡയറക്റ്റായിരുന്നു. ഇതോടെ ചെറുത്തുനിൽപ്പിന് ഒരു പുതിയ, കുറച്ചുകൂടി ഓർഗനൈസ്ഡായ രൂപം വന്നു. ഫസൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ ലഹളകൾ കൂടുതൽ സംഘടിതമായി. അദ്ദേഹത്തിന്റെ സ്വാധീനം ബ്രിട്ടീഷുകാർക്ക് വലിയൊരു തലവേദനയായി. അവസാനം ഒരു വലിയ ഭീഷണിയാണെന്ന് കണ്ട് 1852 അദ്ദേഹത്തെ അറേബ്യയിലേക്ക് നാടുകടത്തുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അത്രയ്ക്ക് പേടിയായിരുന്നു അവർക്ക്. ഇനി നമ്മൾ വരുന്നത് ക്ലൈമാക്സിലേക്കാണ്. ഏറ്റവും വലിയ കലാപമായ 1921 അവിടെ നമുക്ക് 2 ഇതിഹാസതുല്യരായ നേതാക്കന്മാരെ കാണാം: ആലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും. ഇവിടെ നേതൃത്വത്തിന് 2 മുഖങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം. ആലി മുസ്ലിയാർ ആയിരുന്നു ആ കലാപത്തിന്റെ ആത്മീയവും സംഘടനാപരവുമായ നെടുന്തൂൺ. അതേസമയം വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അതിന്റെ മിലിറ്ററി കമാൻഡറും. അദ്ദേഹം വെറുതെ ഒരു കമാൻഡറായിരുന്നില്ല. ബ്രിട്ടീഷുകാരെ തുരത്തി ഏറനാട്ടിലും വള്ളുവനാട്ടിലുമൊക്കെ മലയാള രാജ്യം എന്ന പേരിൽ ഒരു സമാന്തര ഭരണകൂടം വരെ സ്ഥാപിച്ചു.
അപ്പോ ഇത്രയും വലിയൊരു മുന്നേറ്റം, ഇതിന്റെ അവസാനം എന്തായി? നമുക്ക് അതിന്റെ അനന്തരഫലങ്ങളിലേക്ക് നോക്കാം. തുടക്കത്തിലൊക്കെ ചില വിജയങ്ങൾ നേടാൻ കഴിഞ്ഞെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വലിയ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്കായില്ല. ഏറ്റവും പുതിയ തോക്കുകളും കൂടുതൽ ട്രെയിനിംഗ് കിട്ടിയ പട്ടാളക്കാരുമായി വന്ന ബ്രിട്ടീഷുകാർ 1922 ആയപ്പോഴേക്കും കലാപം പൂർണ്ണമായും അതിക്രൂരമായി അടിച്ചമർത്തി. ഈ അടിച്ചമർത്തലിന്റെ ക്രൂരത എത്രത്തോളമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി: വാഗൻ ട്രാജഡി. 70ഓളം തടവുകാരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഗുഡ്സ് വാഗണില് കാറ്റും വെളിച്ചവുമില്ലാത്ത ഒരു ഇരുമ്പ് പെട്ടിയില് കുത്തിനിറച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞ് ആ വാഗൺ തുറന്നപ്പോൾ 61 പേർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചിരുന്നു. ഇതിനെ മലബാറിലെ ജാലിയൻവാലാബാഗ് എന്നുപോലും ആളുകൾ വിശേഷിപ്പിച്ചു. അപ്പോ ഒരു നൂറ്റാണ്ട് നീണ്ട ഈ പോരാട്ടത്തിന്റെ അവസാനം എന്താണ് ബാക്കിയായത്? മലബാറിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടു. പക്ഷെ ഈ ക്രൂരമായ അടിച്ചമർത്തൽ തെക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ഒരു കാരണമായി. പിന്നെ ഇതൊരു കാർഷിക കലാപമായിരുന്നോ, വർഗീയ ലഹളയായിരുന്നോ, അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നോ എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്രയ്ക്ക് സങ്കീർണമാണിതിന്റെ പൈതൃകം. അപ്പോൾ അവസാനം നമ്മൾ ഈയൊരു ചോദ്യത്തിലാണ് എത്തുന്നത്: അനീതിക്കെതിരായ സാധാരണ കർഷകരുടെ പോരാട്ടമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ വലിയൊരു മുന്നേറ്റമായും ഇതിനെ കാണുമ്പോഴും ഇതിന്റെ സങ്കീർണമായ പല വശങ്ങളെക്കുറിച്ചും ഇന്നും വലിയ ചർച്ചകൾ നടക്കുന്നു. ഒരു നൂറ്റാണ്ട് നീണ്ട ഈ സായുധ ചെറുത്തുനിൽപ്പിനെ നമ്മളിന്നെങ്ങനെയാണ് ഓർക്കേണ്ടത്? ആ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. നന്ദി.